ഹലോ, ഇന്നും ഞാൻ മുടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് കാണണേ. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാതെയും കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനൊന്ന് തൊട്ടാലാണ് ഞാനിട്ടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ഞാൻ മുടിയുടെ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എന്നാൽ മുടിയുടെ വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു മുടിക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഉള്ള ഒരു മുടിയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഈ മുടിക്ക് ചെയ്തതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പം ഞാൻ ചെയ്യണത് ഒരു ഹെന്ന ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് കൊടുക്കണത്. അപ്പോൾ ഈ മുടിക്ക് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു ആദ്യം. അങ്ങനെയൊക്കെ വളർന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുടിയാണ് കേട്ടോ. മുടിക്ക് എപ്പോഴും ആരോഗ്യത്തിനായിട്ട് നമുക്ക് നിറയെ വെള്ളം കുടിക്കേണ്ടതുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് ഈ ഹെന്നയ്ക്ക് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3-4 സ്പൂൺ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് ആ ലൈറ്റ് ചൂടിൽ, നല്ല ചൂടോട് വേണ്ടിയിട്ട് ലൈറ്റ് ചൂടിൽ മൈലാഞ്ചിപ്പൊടി ഇട്ടു. ഈ മൈലാഞ്ചിപ്പൊടി ഞാൻ വാങ്ങണത് നമ്മുടെ ആയുർവേദ കടകളിൽ നിന്നാണ് കേട്ടോ. ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങാറ്. നല്ല അതിൽ കെമിക്കലൊന്നും ഉണ്ടാവില്ല. അതൊരു പൂർണ്ണ വിശ്വാസം നമ്മുടെ. പിന്നെ അതിൽ ഞാനൊന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല. മുട്ട ഞാൻ ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇപ്രാവശ്യം മുട്ടയൊന്നും ചേർത്തിട്ടില്ല. മുട്ട ചേർത്താൽ വളരെ നല്ലതാണ്, നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ളൂ, കൂടുതൽ പിഴിയരുത്. അരമുറി ചെറുനാരങ്ങയും, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞു. അതെൻ്റെ തലയിലൊക്കെ ഇട്ട് നല്ല ഉണങ്ങിയതിന് ശേഷം മുടിയൊന്ന് ചീന്തി ഉണക്കുന്നതാണ് കേട്ടോ. മുടിയൊക്കെ ഉണങ്ങി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചീർപ്പ് കൊണ്ടൊന്ന് ഇരുന്നതാണേ. മുടി ഉണങ്ങാണ്ട് മുടി ചീന്തരുത്. മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം. മുടീനെ നമ്മൾ എത്രയധികം സ്നേഹിക്കുന്നോ മുടി നമുക്ക് തിരിച്ച് നമ്മളെയും സ്നേഹിക്കും, മുടി നമുക്ക് തരും ചെയ്യും മുടി കേട്ടോ. അപ്പോൾ മുടി ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? മുടി ഒന്നില്ലെങ്കിൽ മുടി വളരണം, അല്ലെങ്കിൽ കഷ്ണം വെച്ച് മുറിച്ചിടണം അല്ലേ. അതാണ് എൻ്റെ ഒരു എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മുടീനെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണുക. മുടീനെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം നല്ലോണം കുടിക്കുക. അതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിൻ്റെ മെയിൻ രഹസ്യം. മുടിക്ക് നല്ലോണം വെള്ളം കുടി. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മുടി വളരില്ല കേട്ടോ. അപ്പോൾ മുടിക്ക് നമ്മൾ ആരോഗ്യത്തോടെ മുടി ഇരിക്കാൻ വേണ്ടിയിട്ട് മുടിക്ക് നമ്മൾ ശരീരത്തിലേക്ക് നിറയെ വെള്ളം കുടിക്കണം. ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക. പിന്നെ മുട്ട അത്യാവശ്യം 1-2 മുട്ട കഴിക്കാൻ സാധിച്ചാൽ മുട്ട കഴിക്കുക. പിന്നെ അതാ കണ്ടില്ലേ, മുടിയുടെ ഉള്ളിലൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് നല്ല ആ മുടിയുടെ ഉള്ളിലൊക്കെ പിടിച്ച് എനിക്ക് നരയൊക്കെ ഉണ്ട് കേട്ടോ. നരയില്ലാണ്ടൊന്നുമില്ല, നരയൊക്കെ ഉള്ളിലൊക്കെ ഒരുപാട് നരച്ചിട്ടുണ്ട്. മുൻഭാഗത്തൊക്കെ നരച്ചു. അപ്പോൾ അതൊക്കെ ചുവപ്പ് കളറിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ മൈലാഞ്ചി ഇട്ടത് കൊണ്ട് ചുവപ്പ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. മുടിയുടെ ഉള്ളിലെല്ലാം ചുവപ്പായിട്ടുണ്ടാവും. നമ്മൾ ഈ ഹെന്ന കൂട്ടിട്ടതിന് ശേഷം നല്ല ചുവപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ചുവപ്പ് ഇതായിട്ടുണ്ട്. ഒരിക്കലും ഡൈ ചെയ്യരുത് കേട്ടോ. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം പൊട്ടി മുടി നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ മുടീനെ സ്നേഹിക്കുക. മുടിയുടെ അടുത്ത് പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരുപാട്, നീ ഉള്ളത് കൊണ്ടാണ് എൻ്റെ അഴക്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങ് മുടീനെ അങ്ങ് സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് മുടീൻ്റെ ഏറ്റവും വലിയ രഹസ്യം. മുടിക്ക് വെള്ളം കൊടുക്കുക, മുടീനെ നല്ലോണം സ്നേഹിക്കുക. മുടീനെ സ്നേഹിച്ച് അതിനെ ഓരോന്നും പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് മിഠായി വാങ്ങിത്തരാം എന്നൊക്കെ പറയില്ലേ. മോനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അമ്മ മിഠായി വാങ്ങിത്തരാം, ഐസ്ക്രീം വാങ്ങിത്തരാം എന്നൊക്കെ മക്കളോട് പറയില്ലേ. അതുപോലെ നമ്മൾ മുടീനെ നല്ലോണം സന്തോഷിപ്പിച്ച് നോക്കിയേ മുടി തിരിച്ച് നമ്മൾക്കും സന്തോഷത്തോട് കൂടിയിട്ടുള്ള മുടീനെ തരും. അപ്പോൾ ആരും വെള്ളം കുടിക്കാൻ മറക്കരുത്. 3 ലിറ്റർ വെള്ളം കുടിക്കുക. ദിവസത്തിൽ 1-2 സാധിക്കുന്ന പോലെ 1 മുട്ടയെങ്കിലും പുഴുങ്ങിയിട്ട് തിന്നുക. പിന്നെ ബദാം അങ്ങനെയുള്ളതൊക്കെ സാധിക്കുന്നവർ അതൊക്കെ കഴിക്കുക. കാര്യമായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ മുരിങ്ങയില വളരെയധികം നല്ലതാണ്. മുരിങ്ങയില കഴിക്കുക. ശരീരത്തിലേക്ക് ഏറ്റവും നല്ലത് പച്ച കളറുള്ള ഇലകൾ ശരീരത്തിലേക്ക് കൊടുക്കാൻ നോക്കുക. അതൊക്കെ നമ്മുടെ മുടിയായിട്ട്
മുടി കരുത്തുള്ള മുടിയായിട്ട് വളരാൻ സാധിക്കും. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ബീൻസ് വളരെ നല്ലതാണ് ആരോഗ്യത്തിനും മുടിക്കും കണ്ണിനും നല്ലതാണ്. മുടിയുടെ ആരോഗ്യത്തിന് ബെസ്റ്റ് പറഞ്ഞാൽ ബെസ്റ്റ് സൂപ്പറാണ് കേട്ടോ ബീൻസ്. നമ്മൾ ബീൻസ് ഉപ്പേരി വയ്ക്കുന്ന ബീൻസ് ഇല്ലേ, അല്ലാണ്ട് ബീൻസ് എന്ന് പറഞ്ഞത് നമ്മൾ എന്താ പറയുക പട്ടാണിക്കടല അതല്ല കേട്ടോ. ബീൻസ് ഉപ്പേരി വയ്ക്കുന്ന ആ ബീൻസ് അധികം മുളകൊന്നുമില്ലാണ്ട് പച്ചമുളക് ഇട്ട് കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ഉള്ളിയോ ഒക്കെ ഇട്ടിട്ട് നാളികേരമൊക്കെ ഇട്ടിട്ട് ഉള്ള ആ തോരൻ അത് നല്ലതാണ്. പിന്നെ ബീൻസ് വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കഴിച്ചു നോക്കിയേ, നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു പച്ചക്കറിയാണ് ബീൻസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ കാണുന്നവരെല്ലാവരും കൂടിയിട്ട് ഓരോ ലൈക്ക് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാവും. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് തരണം കേട്ടോ. ലൈക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത വീഡിയോ ഒന്നും ഇടൂല കേട്ടോ ഇനി. അപ്പോൾ ലൈക്ക് തരാനും പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്